അയ്യോ എന്താ ദത്തേട്ടാ? മതി, ഇന്നത്തേക്ക് ഇത് മതി. എന്റെ പൊന്നാമി, ഞാൻ നിന്നോട് എന്ത് തെറ്റിയതാ നീ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഡാൻസ് ചെയ്യിക്കുന്നത് ദ്രോഹമാണോ ദത്തേട്ടാ? ആ, ചില സമയത്തൊക്കെ ദ്രോഹമാ. എടി, ഈ പ്രായത്തിൽ ഇതൊക്കെ വേണോ? കാലിക്ക് പ്രായമില്ല ദത്തേട്ടാ. ആ, കാലയ്ക്ക് പ്രായമില്ലെങ്കിലും നിനക്കും എനിക്കും പ്രായം ഉണ്ടല്ലോ. ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. ഞാൻ ആലോചിക്കുന്നതേ, ഡെലിവറി കഴിഞ്ഞിട്ട് നാട്യശ്രീ ശ്രീധുവിന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പോയാലെന്നാ. ആ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. ദത്തേട്ടൻ വരുന്നെങ്കിൽ കൂടെ വാ. നല്ല ഒന്നാം തരം എക്സസൈസാ. അതെ, നീ അങ്ങ് പോയാ മതിയേ. എടി, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക് പ്ലീസ്. അല്ല, ഞാനില്ലാതെ ഒറ്റയ്ക്കൊരു വഴിക്ക് പോയിട്ട് എന്താ പരിപാടി? എന്റെ പൊന്നോ, ഞാൻ എങ്ങും പോകുന്നില്ല. പോരെ, തൽക്കാലം നീ ഒന്ന് പോയി തരുവോ? ശരി, ഞാൻ ഇപ്പൊ പോവാം. ആ, പക്ഷേ ഡെലിവറി കഴിയുമ്പോ എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കണം. ആ, എവിടെ വേണേലും കൊണ്ടാക്കാമീ. ഇപ്പൊ പോയേ ചെല്. അങ്ങനെ വഴിക്ക് വാ. ഓ പ്ലീസ്. ആ ദത്തേട്ടാ, എന്താ അമ്മി മോളെ? അത് പിന്നെ ഞാൻ ഈ ഡാൻസ് ക്ലാസ്സിന് പോകുന്ന കാര്യം സ്റ്റേഷനിൽ ചെന്നിട്ട് ആ സുജാതയോടൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ അങ്ങനെ പറയോ? അതെ അതെ, ചെല്ലു. ഓയ്യോ, ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. സുജാതേ, കണ്ടല്ലോ എന്റെ അവസ്ഥ കണ്ടല്ലോ. ഇപ്പൊ തനിക്ക് ബോധ്യപ്പെട്ടല്ലോ ഞാൻ എന്തിനാ തന്നെ ഇവിടെ ഒളിപ്പിച്ചു നിർത്തിയെന്ന്. സത്യാവസ്ഥ സാറിനൊന്ന് പറഞ്ഞു കൊടുത്താ പോരെ? നമ്മുടെ സത്യാവസ്ഥയല്ലേ പറയാൻ പറ്റൂ. ഞാൻ ആരോട് മിണ്ടിയാലും അവർക്ക് സംശയ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമുക്ക് പിന്നീട് വിശദമായിട്ട് സംസാരിക്കാം. ഞാനൊന്ന് പൊയ്ക്കോട്ടെ സാറേ. അല്ല, നിക്ക്. അതിനുമുമ്പ് ഞാൻ ഈ പരിസരമൊക്കെ ഒന്ന് നോക്കട്ടെ. ആമിയുടെ കാര്യം മാത്രമല്ല, അവന്മാരും പോയെന്ന് നോക്കണ്ടേ? ആ, നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. പെട്ടെന്ന് വരണേ. നിക്ക്, നോക്കിട്ട് വരാം. ആരുമില്ല. എന്റെ അമ്മയെ ചതിച്ചോ? സുജാതയുടെ സ്കൂട്ടറല്ലേ ഇത്? അയ്യോ ശരി.